എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് അക്ഷര പ്രവീൺ. ഞാൻ GLPS കുതിരക്കട്ടം തടം സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരെ, നമുക്കേവർക്കും കഥകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ? ഇന്ന് ഞാനിവിടെ ഒരു കൊച്ചു കഥ അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്റെ കഥയുടെ പേരാണ് നന്മയ്ക്കുള്ള പ്രതിഫലം. പണ്ടൊരു ഗ്രാമത്തിൽ ഒരമ്മയും 2 പെൺമക്കളും താമസിച്ചിരുന്നു. മൂത്ത മകൾ അമ്മു, രണ്ടാമത്തേവൾ പൊന്നു. ധാരാളം പണമുണ്ടായിരുന്ന അവർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അമ്മു വളരെ അഹങ്കാരിയായിരുന്നു. അമ്മ പലവട്ട ഉപദേശിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. എന്നാൽ പൊന്നു സൽസ്വഭാവിയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ഒരു വൃദ്ധൻ ആ വീട്ടിലെത്തി. നല്ല മഴയുണ്ടായിരുന്നതിനാൽ ആ പാവം തണുത്തു വിറച്ചാണ് വന്നത്. വൃദ്ധനെ കണ്ട പാടെ അമ്മു പറഞ്ഞു, ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, ഇവിടെ ഒന്നുമില്ല. ബഹളം കേട്ട് പൊന്നു അവിടെ എത്തി. വൃദ്ധനെ കണ്ടപ്പോൾ അവൾക്ക് അലിവ് തോന്നി. അവൾ വേഗം അയാൾക്ക് ആഹാരം കൊടുത്തു. അപ്പോഴേക്കും നേരം ഇരുട്ടിത്തുടങ്ങി. മഴ കോരിച്ചൊരിയാനും തുടങ്ങി. മോളെ, ഇന്ന് രാത്രി എനിക്കിവിടെ കിടക്കാൻ അനുവാദം തരുമോ? വൃദ്ധൻ പൊന്നുവിനോട് ചോദിച്ചു. അവൾ വേഗം അമ്മയോട് അനുവാദം വാങ്ങി പുറത്തെത്തി. കിടന്നോളൂ അപ്പൂപ്പ, അമ്മ സമ്മതിച്ചു. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അമ്മുവിന്റെ വഴക്കു പറച്ചിൽ കേട്ടാണ് പൊന്നു എഴുന്നേറ്റത്. എന്തൊരു നാറ്റമാണ് ആ കിളവന്റെ പുതപ്പിന്, ഇതൊന്ന് എടുത്ത് കളയി. പൊന്നു വൃദ്ധൻ കിടന്നിരുന്ന ഭാഗത്തേക്ക് പോയി നോക്കി. അവിടെ കീറി പഴകിയ പുതപ്പ് കിടക്കുന്നുണ്ടായിരുന്നു. പാവം, പുതപ്പില്ലാത്ത ആ മുത്തശ്ശൻ എങ്ങനെയാണ് ഇനി രാത്രികൾ കഴിച്ചു കൂട്ടുക? എന്തായാലും ഈ പുതപ്പ് അന്വേഷിച്ച് അപ്പൂപ്പൻ വരുമായിരിക്കും. എന്നാൽ ഈ പുതപ്പിന് പകരം ഒരു നല്ല പുതപ്പ് തന്നെ കൊടുക്കണം, അവൾ മനസ്സിൽ കരുതി. അതൊരു മാന്ത്രിക പുതപ്പാണെന്ന് പൊന്നുവിന് മനസ്സിലായില്ല. അവൾ പുതപ്പ് കയ്യിലെടുത്തൊന്ന് കുടഞ്ഞു. അത്ഭുതം തന്നെ! പുതപ്പിൽ നിന്ന് ഒരു സ്വർണ്ണ നാണയം താഴേക്ക് വീണു. ആ മോടിച്ചെന്ന് സ്വർണ്ണ നാണയം എടുത്തു. ഇതെനിക്ക് വേണം, അവൾ പറഞ്ഞു. അപ്പോൾ പൊന്നു തടഞ്ഞു. അയ്യോ ചേച്ചി, അതാ പാവം അപ്പൂപ്പന്റെ അല്ലേ. കയ്യിൽ കിട്ടിയ സ്വർണ്ണ നാണയം ആരെങ്കിലും കളയുമോടി? അമ്മു ചോദിച്ചു. എന്തായാലും അപ്പൂപ്പൻ വരുമ്പോൾ ഈ പുതപ്പ് തന്നെ കൊടുക്കാം, അവൾ പുതപ്പ് ഒന്നുകൂടി കുടഞ്ഞു. വീണ്ടും ഒരു സ്വർണ്ണ നാണയം വീണു. പുതപ്പിന് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് അമ്മുവിന് തോന്നി. അവൾ അറപ്പോടെയാണെങ്കിലും പുതപ്പ് കയ്യിലെടുത്ത് കുടഞ്ഞു. കഷ്ടം, സ്വർണ്ണ നാണയം വന്നില്ല. പൊന്നു അറപ്പൊന്നും കൂടാതെ പുതപ്പ് വാങ്ങിക്കുടഞ്ഞു. അതാ സ്വർണ്ണ നാണയം വീഴുന്നു. അപ്പോഴവിടെ ഒരു അശരീരി കേട്ടു. കുട്ടികളെ, നല്ല മനസ്സുള്ളവർ ഈ പുതപ്പെടുത്ത് കുടഞ്ഞാൽ സ്വർണ്ണ നാണയം കിട്ടും. നല്ല സ്വഭാവമുള്ള കുട്ടികളായി ജീവിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കൂ. എന്നാൽ ഒരിക്കൽ ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ഞാൻ എല്ലായ്പ്പോഴും നിങ്ങളെ കാണുന്നുണ്ട്. ഇത് കേട്ട അമ്മു അന്നു മുതൽ നല്ല കുട്ടിയാകാൻ തീരുമാനിച്ചു. പ്രിയ കൂട്ടുകാരെ, പൊന്നുവിനെ പോലെ നല്ല സ്വഭാവമുള്ള കുട്ടികളാകുവാൻ നമുക്കും ശ്രമിക്കാം. നന്ദി, നമസ്കാരം.